പ്രളയവിവാദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ ഒരുക്കുമെന്ന കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ. സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രളയമാണ് എന്ന് തെളിയിക്കുന്ന നിർണായകമായ രേഖകളടക്കം കൈവശമുണ്ടെന്ന് മാത്യു കുഴൽനാടന്റെ അവകാശവാദം. ശബ്ദരേഖ വ്യാജമാണ് എന്ന് തെളിയിച്ചാൽ മൂവാറ്റുപുഴയിൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചാൽ കിട്ടുന്ന MLA പദവി താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ് എന്നാണ് കുഴൽനാടനെ പോലെയുള്ള ആളുകൾ പറയുന്നത്. ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബിപിൻ, 2018 പ്രളയം, 20 പ്രളയം, ഇതൊന്നും നമ്മൾ മറന്നു പോകില്ല. കാരണം ഈ 2018 ജനത്തിൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞ പ്രളയമാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. അപ്പോൾ ആ പ്രളയം മനുഷ്യനുണ്ടാക്കിയതാണ് എന്ന പക്ഷക്കാരനായി കുഴൽനാടൻ തുടരുകയാണോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കൊട്ടിക്കലാശ ദിവസം രാവിലെ മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണം, അത് രാഷ്ട്രീയ കേരളത്തിൽ തന്നെ കൂടുതൽ ചർച്ചയാവുകയാണ്, അത് പിടിച്ചുലയ്ക്കുകയാണ്. അത് ഈ മനുഷ്യനിർമ്മിതമായിരുന്നു ആ പ്രളയം എന്നുള്ളതാണ്. അത് മഴ പെയ്തു എന്നുള്ളതിന് അപ്പുറം അന്ന് ഈ സ്പിൽവേ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡാം മാനേജ്മെന്റിന് സംഭവിച്ച ഒരു വീഴ്ച എന്നതിനപ്പുറം അതിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കെ കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ പുറത്തുവിട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ അതിൽ മാത്യു ടി തോമസുമായിട്ടാണ് ഈ സംസാരം. അപ്പോൾ സ്പിൽവേ തുറക്കുന്നത് അത് കരിമണൽ ലോബിക്ക് വേണ്ടിയിട്ടായിരുന്നു. ആ കരിമണൽ ഒലിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് വെള്ളം തടഞ്ഞു വെച്ചത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത് 5-10 കോടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, വലിയ ഒരു അഴിമതി അതിന്റെ പുറകിൽ നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ആ പ്രളയം അത് സ്വാഭാവികമായി സംഭവിച്ചതല്ല, അത് ഒരു മനുഷ്യനിർമ്മിതമായിരുന്നു. അതിൽ സർക്കാരാണ് അത് സ്പോൺസർ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നീട് രാഷ്ട്രീയ കേരളം അതിന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ കേട്ടു. അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണെന്നും തനിക്കിത് മുൻപേ അറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇത് സർക്കാരിന്റെ ഗുരുതരമായിട്ടുള്ള ഒരു അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏറ്റുപിടിക്കുന്നു. എന്നാൽ ഈ പ്രളയം എന്നുള്ളത് അത് മാൻമെയ്ഡ് അല്ല, അല്ലെങ്കിൽ അത് സർക്കാരിന് മറ്റൊന്നും തന്നെ ഒരു റോളില്ല എന്നുള്ളത് കോടതികളൊക്കെ തന്നെ പ്രൂവ് ചെയ്തതാണ്. ഒപ്പം മാത്യു കുഴൽനാടനെ പരിഹസിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്നലെ CPM എടുത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അടവ് എന്ന് പറയുന്നത്. കാരണം അത് കോടതികളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞതാണ്. നിയമപരമായി മാത്യു കുഴൽനാടൻ പറയുന്നത് ഇപ്പോൾ ആരും മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളത് പി രാജീവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അത് തള്ളിക്കളയുകയും ചെയ്യുകയാണ്. പക്ഷേ അതിൽ കൂടുതൽ തെളിവുകളുണ്ട് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വിടാൻ താൻ തയ്യാറാണ് എന്നുള്ളതും കെ കൃഷ്ണൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് തന്റെ ശബ്ദരേഖ AI ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണോ എന്നുള്ള ഒരു സംശയമാണ്. തനിക്കിപ്പോൾ അങ്ങനെ സംസാരിച്ചു എന്നുള്ള ഒന്നും ഓർമ്മയില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ താൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെ അദ്ദേഹവും പറയുന്നു. മാത്യു ടി തോമസ് ഇത് എതിർത്തു പറയുന്നു. ഇങ്ങനെ ഇവരൊക്കെ എതിർക്കുന്ന ഒരു സമയത്ത് ജയിക്കുകയാണെങ്കിൽ ഇത് കൃത്രിമമാണ് താൻ ഈ ഓഡിയോ ഉണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ താൻ ജയിച്ചു കയറിയാൽ മൂവാറ്റുപുഴയിലെ MLA സ്ഥാനം രാജിവെക്കാൻ വരെ തയ്യാറാണ്. തന്റെ അടുത്ത് കൂടുതൽ രേഖകളുണ്ട്, അത് പുറത്തുവിടുമെന്നുള്ളതാണ് മാത്യു കുഴൽനാടന്റെ വെല്ലുവിളി. നാളെ രാഷ്ട്രീയ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് UDF വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതും അതിന്റെ പ്രത്യാരോപണങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.